പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം യോഗ പ്രകരണമാകുന്നു. കല്യാണവർമാവ് തൻ്റെ ഗ്രന്ഥമായ സാരാവലിയിൽ ഷഡ്ഗ്രഹയോഗ നിരൂപണം നടത്തിയിട്ടുണ്ട്. അതിൽ ഷഡ്ഗ്രഹയോഗ നിരൂപണമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഷഡ്ഗ്രഹയോഗ നിരൂപണത്തിൽ വരുന്ന ഗ്രഹങ്ങൾ 3 പാപഗ്രഹങ്ങളും 3 ശുഭഗ്രഹങ്ങളും ആകുന്നു. പാപഗ്രഹങ്ങളിൽ സൂര്യനും ചൊവ്വയും ശനിയും, പാപഗ്രഹങ്ങളിൽ ബുധനും ഗുരുവും ശുക്രനുമാണ് വരുന്നത്. ഈ ഷഡ്ഗ്രഹ യോഗത്തിൽ ജനിച്ച വ്യക്തിയുടെ സ്വഭാവം ഇപ്രകാരമാണ് ആചാര്യൻ പറയുന്നത്. പ്രിയമുള്ള പ്രേക്ഷകർ ശ്ലോകം ശ്രദ്ധിക്കുക. തീർത്ഥേഷു സദാരമതേ പുത്രേ നിത്യം ധനേന രഹിതൈശ്ച വനപർവ്വതോപവാസി ബുധാര രവി ജീവ ശനി ശുക്രൈഹി. ഈ യോഗത്തിൽ ജനിച്ച വ്യക്തി എപ്രകാരമാണ്? തീർത്ഥേഷു സദാ രമതേ. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ താല്പര്യം തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കലാണ്. ഗംഗാസ്നാനങ്ങളൊക്കെ ചെയ്ത് തീർത്ഥവിഷയത്തിൽ തൽപരനായി തീർത്ഥാടനത്തിനായി ഇറങ്ങി പുറപ്പെടുന്ന വ്യക്തിയാണ് ഇദ്ദേഹമെന്ന് സാരം. പിന്നീട് നിത്യം പുത്രേഹി ധനേനച്ച രഹിതഃ ഭവതി. തനിക്ക് സന്താനങ്ങളുമായി വലിയ ബന്ധങ്ങളൊന്നുമില്ല. ഇദ്ദേഹം തീർത്ഥാടനത്തിന് അങ്ങനെ സഞ്ചരിക്കുന്നത് മൂലം ആ ഫാമിലി മക്കളുമായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഇല്ല. അപ്രകാരം ധനവും ഇദ്ദേഹത്തിന് സ്വരൂപിക്കാൻ കഴിയുന്നില്ല എന്ന് സാരം. വനപർവ്വതോപവാസി. ഇദ്ദേഹത്തിന് താല്പര്യം പർവ്വതങ്ങളും വനങ്ങളുമാണ്. ഗുഹാനിവാസശീലനായി വസിക്കുക. അതിനാൽ പർവ്വത പ്രദേശങ്ങളും വലിയ കുന്നുകളുമാണ് ഇദ്ദേഹത്തിന് താല്പര്യമുള്ള വിശേഷ സ്ഥലങ്ങളെന്ന് സാരം. ഇവിടെ തീർത്ഥാടനവും പിന്നീട് മേൽപ്പറഞ്ഞ വനപർവ്വതങ്ങളിലുള്ള താല്പര്യമുള്ള വ്യക്തിയാണ് മേൽപ്പറഞ്ഞ വ്യക്തി. അതിനാൽ പലപ്പോഴും തൻ്റെ സന്താനങ്ങളാലും ധനത്താലും ഇദ്ദേഹം പരിത്യക്തനാണെന്ന് സാരം. നമസ്തേ.